പക്ഷെ കുറേ ആൾക്കാർ അത് പറയാറില്ല. അത് പറയാണ്ട് ഈ പ്രൊഡക്റ്റും പിടിച്ചിട്ട് ഷേവ് ചെയ്തിട്ട് നോക്കൂ ഇപ്പം എൻ്റെ ഗ്ലോ നോക്കൂ അടിപൊളിയായിട്ടില്ലേ. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ ഹെയർസിനെ കുറിച്ചാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഫേഷ്യൽ ഹെയർസ് ഉണ്ട് അല്ലേ. ഫേഷ്യൽ ഹെയർസ് ഉണ്ട്, ബോഡി ഹെയർസും ഉണ്ട്. ഇപ്പൊ എൻ്റെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, എൻ്റെ മുഖത്ത് കംപ്ലീറ്റ് ഫേഷ്യൽ ഹെയർ ആണ്. കണ്ട ഐബ്രോസ്, ഇവിടെയൊക്കെ നെറ്റിയിലൊക്കെ ഫുൾ ഫേഷ്യൽ ഹെയർ. പിന്നെ അതുപോലെ തന്നെ ബോഡി ഹെയർസ്, കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും ഒക്കെ നല്ലോണം ബോഡി ഹെയർ ഉള്ള ഒരാളാണ്. കയ്യിലും കാലിലൊക്കെ ഹെയർസും പിന്നെ ഫേസിലൊക്കെ ഹെയർസ് കണ്ടിട്ട് എന്നെ ആൾക്കാരൊക്കെ കളിയാക്കും. പിന്നെ അവരൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്കിത് വടിച്ച് കളഞ്ഞൂടെ. ഓൾ ഓഫ് നൗ ഇപ്പം ഞാൻ നല്ല രീതിയിൽ ഹാപ്പിയാണ്. എൻ്റെ ബോഡി ഹെയർസ് ഉള്ളതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടോ അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ടോ ഒന്നും തോന്നുന്നില്ല. പക്ഷെ പലരും കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, കരടീൻ്റെ കൂട്ടിരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ അങ്ങ് വടിച്ച് കളഞ്ഞൂടിയെന്ന്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് സ്പെൻഡ് ചെയ്യണം ടൈം. നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ട് ടൈം തന്നെ നമ്മൾ എപ്പോഴും ഇതിനെ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കെയർ കൊടുക്കേണ്ടത്. മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം പോരാ, അത് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് മുഖത്ത് നല്ല ഗ്ലോ വരും, ഇങ്ങനെ യൂട്യൂബേഴ്സൊക്കെ വീഡിയോസ് ചെയ്യുന്ന കണ്ടിട്ട് ആകെ ഇച്ചിരി പോലെ 2-3 ഹെയർസ് എന്തോ ഫേസിലുണ്ടായിട്ടു. ആളെന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേസേഴ്സ് വാങ്ങിയിട്ട് ഷേവ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ ആകെ ബോഡി ഹെയർസും ഫേഷ്യൽ ഹെയർസും തീരെ ഇല്ലാത്ത ആൾക്ക് പിന്നെ നല്ല രീതിയിൽ ഹെയർസ് വരാൻ തുടങ്ങി. പിന്നെ അത് എപ്പോഴും ഒരു റൊട്ടീനായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിന്. അപ്പൊ എൻ്റെ അടുത്ത് അവളത് ചെയ്യുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്തു നോക്ക്. പക്ഷെ ഞാനത് ചെയ്തില്ല. അന്ന് ഞാൻ എടുത്തൊരു ഡിസിഷനിൽ ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഞാൻ അന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എനിക്ക് ബോഡി ഹെയർസിന്റെ ഗ്രോത്ത് എനിക്ക് കുറച്ച് കൂടുതലുള്ളതാണ്. ഞാൻ ഈ ഫേസിലെ ഹെയർസ് വലിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ ഡബിൾ ഇരട്ടി. പിന്നെ എപ്പം രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് ഷേവ് ചെയ്തിട്ട് ജോലി. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്, നിങ്ങൾ ഒരു കാരണവശാലും ഫേസിലെ ഹെയർസ് ഷേവ് ചെയ്ത് കളയരുത്. അത് വലിയൊരു അബദ്ധമാണ്. ഇപ്പോഴും എല്ലാ ബ്യൂട്ടി ബ്ലോഗേഴ്സും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്തിട്ട് ഹെയർ റിമൂവ് ചെയ്യുന്നത്. അതിൽ കുറേ ആൾക്കാർ തന്നെ പറയുന്നുണ്ട് അവർക്ക് അമിതമായിട്ട് പിന്നെ അതിന് ശേഷം വരുന്നില്ല എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ആക്ച്വലി അവർ ഫേഷ്യൽ റേസേഴ്സ് വെച്ചിട്ട് ഹെയർ റിമൂവ് ചെയ്യുന്നത് മാത്രമല്ല, അവർ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് റേസേഴ്സ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ കാലം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫേസ് ഡാർക്ക് ആവാനും ഒരു ഗ്രീനിഷ് കളറിലേക്ക് ടേൺ ചെയ്യാനെല്ലാം ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ടേൺ ചെയ്യും ഒബ്വിയസ്ലി. നമ്മൾ എപ്പോഴും ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന്റെ ബാരിയർ തന്നെ നമുക്ക് ലോസ് ആവും. നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഡാമേജ് ആവും. പിന്നെ എപ്പോഴും ഷേവ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിലേക്ക് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. നമ്മളിപ്പോൾ കയ്യിലെയും കാലിലെയും ഹെയർസ് ഷേവ് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്രക്ക് സ്കിന്നിന് ഡാമേജ് വരാൻ ചാൻസ് കുറവാണ്. പക്ഷെ മുഖത്തെ സ്കിന്ന് അതിന് നല്ല രീതിയിൽ ഡാമേജ് വരും കുറേ കാലം റിപ്പീറ്റഡ് ആയിട്ട് ഈ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത്. ഇപ്പോഴും ആൾക്കാർ കാർമേസിയുടെ അങ്ങനത്തെ പല ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഈ ഷേവിങ് സെറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ട് ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബോഡി ഹെയർസ് അധികം വരില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഷേവ് ചെയ്യുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അറിയാണ്ട് അബദ്ധവശാൽ ഇതിലേക്ക് പോയി പെടുന്ന ആൾക്കാരുണ്ട്. പിന്നെ അവർക്ക് ഒരിക്കലും തിരിച്ചു വരവില്ല. അവരെപ്പോഴും ഈ പ്രൊസീജിയർ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് ആണ്. നിങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് ഈ സാധനം വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഹെയർ വരില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് പണി കിട്ടിയ കുറേ പേരെ എനിക്കറിയാം, കുറേ പേര്. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാണ്ടിരിക്കാൻ. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഒരു വീഡിയോ മറ്റോ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളെ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണീൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ണിയാണെങ്കിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഉണ്ണി ഷേവിങ് ആണ് ചെയ്യുന്നത് പക്ഷേ ലേസർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷേവിങ് ചെയ്തിട്ട് ഹെയർസ് നല്ല രീതിയിൽ വരുന്നുണ്ടെന്ന് ആ വീഡിയോയിൽ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറേ ആൾക്കാർ അത് പറയാറില്ല. അത് പറയാണ്ട് ഈ പ്രൊഡക്റ്റും പിടിച്ചിട്ട് ഷേവ് ചെയ്തിട്ട് നോക്കൂ ഇപ്പം എൻ്റെ ഗ്ലോ നോക്കൂ അടിപൊളിയായിട്ടില്ലേ, ഇതൊക്കെ പറയും. പക്ഷെ അതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും പറയില്ല. ഇത് കണ്ടിട്ട് ആകർഷകരായിട്ട് പോയിട്ട് വാങ്ങിക്കും, പിറ്റേ ദിവസം തന്നെ ഷേവ് ചെയ്യും, പിന്നെ കാലാകാലങ്ങളിലായിട്ട് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കൂ, നിങ്ങൾക്ക് അത് പോസിറ്റീവ് വേയിൽ എടുക്കാം. നിങ്ങളുടെ ബോഡി ഹെയർസ് ഒരു മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് ചിന്തിക്കാതെ നിങ്ങൾ എന്നെ പോലെ ചിന്തിക്കും. ഇപ്പം ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഹെയർ ഗ്രോത്ത് കുറച്ച് കൂടുതലായിട്ടുള്ളതാണ്. അപ്പം ഞാൻ അതുള്ളത് കൊണ്ടാണ് എനിക്ക് മുടിയും ഐബ്രോസും ഐലാഷസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പം എനിക്ക് ഹെയർ ഗ്രോത്ത് കുറവുള്ള ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം എനിക്ക് അത് കിട്ടിയത് ശരിക്കും അനുഗ്രഹമല്ലേ.
അതിന് ഞാൻ എന്തിനിങ്ങനെ വിഷമിക്കണം? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പം നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സിലേക്ക് പോകാതിരിക്കുക. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഹെയർസ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത് ഒരു റീസൺ ആണ്. അത് അനാവശ്യമായിട്ട് എടുത്ത് കളയാൻ നമുക്ക് ആവശ്യത്തിനൊക്കെ, പക്ഷെ അനാവശ്യമായിട്ട് അത് റിമൂവ്, അതൊരു അൺവാണ്ടഡ് തിങ് ആയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ കൺസിഡർ ചെയ്യുന്നതിന്. അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട. ഇത് പർപ്പസ്ഫുള്ളി ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ കളയോ കളയാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ കളയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഷേവിങ് ചെയ്യാതിരിക്കുക. ബാക്കിയുള്ള ബോഡി പാർട്സിൽ ഷേവ് ചെയ്യുന്ന പോലെ അല്ല ഫേസിൽ ചെയ്യുമ്പം അതിൻ്റെ എഫക്റ്റ്, ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കര ഭീകരമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എങ്ങനെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അതുപോലെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. ഞാൻ വല്ലാണ്ട് അങ്ങ് അയ്യോ അവരത് ചെയ്തു ഇവരത് ചെയ്തു അങ്ങനെ എനിക്കും ചെയ്യണം അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എനിക്കിത് പണ്ടോട്ടേ അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഫേഷ്യൽ ഹെയറും ബോഡി ഹെയർസൊക്കെ ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മളെങ്ങനെയാണോ ഇരിക്കുന്നത് നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.